ഞാൻ പറഞ്ഞത് ഇത് തെറ്റല്ല നമ്മൾ ഗണിച്ചു. 2, ഈ തെറ്റിനെ എന്ത് ചെയ്യും? ആളുകളെ മുമ്പിൽ വീരവാദം പറയും. ഞാൻ ഇത്രയും തമ്മാടിത്തരം ചെയ്തിട്ടുണ്ട്, ഈ നാട്ടിലെ ഏറ്റവും വലിയ ആള് ഞാൻ തന്നെയാണ്. എന്നെ കൊല്ലു ചെറുപ്പക്കാരികൾ നോക്ക്, വൈകുന്നേരമാകുമ്പോൾ വെയിറ്റ് ഷെഡിലോ കടപ്പുറത്തോ അല്ലെങ്കിൽ 10 ഏക്കർ ഫുട്ബോൾ ഗ്രൗണ്ടിലോ ഒന്നും അല്ലെങ്കിൽ നിങ്ങളുടെ മുബാറക്കായ സ്ഥലം ശംഖുമുഖം ബീച്ചിലോ പാതിരാ സമയത്ത് 10 ചെറുപ്പക്കാർ വന്നാൽ ആ ചെറുപ്പക്കാർ പറയുന്ന കാര്യമല്ല, ഫേസ്ബുക്കിൽ എനിക്ക് എത്ര ലൈക്ക് ഉണ്ട്, എത്ര ആളുകൾ ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ എത്ര പേരുമായി ചാറ്റ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ പെൺകുട്ടികളുടെ മൊബൈൽ നമ്പറുകൾ എനിക്കറിയാം, ആരൊക്കെയായിട്ട് ഞാൻ വിളിക്കുന്നുണ്ട്, ആരൊക്കെയായിട്ട് ഞാൻ സംഗമിക്കുന്നുണ്ട് എന്ന് കൂട്ടുകാരുമൊത്ത് പാതിരാ സമയത്ത് ഒന്നിച്ച് വട്ടമിരന്ന് പരസ്പരം പറയുകയും ഏറ്റവും ഒരു പെണ്ണുമായി ബന്ധമുള്ളവൻ അവരുടെ ഏറ്റവും കേവലാവുകയും അവനെ പൊട്ടിക്കാൻ നാളെ ഒരേ എവിടെ കിട്ടുമെന്ന് തേടി നടക്കുന്ന, തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ വിളിച്ചു പറഞ്ഞ് ഏറ്റവും തെറ്റ് ചെയ്യുന്നവൻ വലിയവനായി മാറുന്ന ഒരു ക്രമത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങൾ ഓർക്കുക, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ഖുർആന്റെ ആയത്തിറങ്ങിയ സ്ഥലത്തേക്ക് നിങ്ങളെ ഞാൻ വിളിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്നലെ അതല്ലേ അവസ്ഥ ആണോ അല്ലേ? ഇപ്പൊ മൊയ്ലിയാർ എങ്ങനെയായിരുന്നു? മൊയ്ലിയാർ നിങ്ങളെ പോലെ ചെറുതായിട്ട് വലുതായ ആളാ. മൊയ്ലിയാർ പെട്ടെന്ന് വലുതായതല്ല, മൊയ്ലിയാർ ചെറുതായിട്ട് വലുതായ ആളാ. അപ്പൊ അതുകൊണ്ട് ഇതെങ്ങനെയാണെന്നായിരിക്കും നിങ്ങൾ ഗണിക്കും അല്ലേ? തെറ്റ് ചെയ്യുന്ന വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ വലിയൊരു തെറ്റ് ചെയ്യുന്ന ഒരു ബോധമുണ്ടായാലേ അതിൽ നിന്ന് മാറും. തെറ്റ് ചെയ്യുന്നു മാത്രമല്ല, അത് പരസ്യമായിട്ട് വിളിച്ചു കൊല്ലം വെളിയിൽ പറയാൻ പറ്റില്ല. കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിൽ കഴിഞ്ഞ ദിവസം 3 ദിവസം മുമ്പ് 23 വയസ്സുകാരി പെണ്ണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവൾ പ്രസവിച്ച കുഞ്ഞിനെ ആരും അറിയാതെ അലമാരയിൽ അവൾ കൊന്നുകുഴിച്ചു കൂടി. ഭർത്താവ് ഗൾഫിലാണ്. 23 വയസ്സുകാരി പെണ്ണ് 9 മാസവും 10 ദിവസവും ഗർഭിണിയായി. അവളുടെ വീട്ടിൽ ഒരു മനുഷ്യനെന്നിൽ അവൾ സ്വന്തം ബെഡ്റൂമിൽ പ്രസവിച്ചു. ആ പ്രസവിച്ച കുട്ടിയുടെ പൊക്കിൾ കൊടി അവൾ തന്നെ കുടിച്ചു. ഇത് ആഫ്രിക്കയിലെ ബ്രിട്ടനിലെ കഥയിലെ നിങ്ങൾ ചിന്തിക്ക്. ആ പെണ്ണ് സ്വന്തം ഇതേ മനുഷ്യന്മാരെ നിങ്ങൾക്ക് ഒരു അത്ഭുതം തോന്നുന്നില്ലേ? നിങ്ങൾ എന്തൊക്കെ ഇരിക്കാൻ ആ പെണ്ണ് സ്വന്തമായി ആ പെൺകുട്ടിയുടെ അവൾ പ്രസവിച്ച കുഞ്ഞിന്റെ പൊക്കിൾ കൊടി ഒടിച്ചു മാറ്റി. ജനിച്ച കുഞ്ഞിനെ അരമാറിയൊരുക്കുമ്പോ 23 വയസ്സുകാരിക്ക് പോലും 30 വയസ്സുകാരിയല്ല. ജീവിതം കണ്ടവളല്ല, കണ്ടു പഠിച്ചവളല്ല, പരിചയമുള്ളവരല്ല. ഈ രീതിയിലെ സ്ത്രീലങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ആവാസങ്ങളും അനാവശ്യങ്ങളും ലോകത്ത് പെരുകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുനിയാവാണ് വലുതെന്ന് കരുതി തമ്മാടിത്തരങ്ങൾ ചെയ്തെന്ന് മാത്രമല്ല, ആ തമ്മാടിത്തരങ്ങൾ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞിട്ട് നെഞ്ചത്തടിച്ചിട്ട് ഉസ്താദേ ദുനിയാവിനെ പ്രേമിച്ചിട്ട് ആഗ്രഹത്തെ ഒറ്റപ്പെട്ടാലും കുഴപ്പമില്ല, ആഗ്രഹത്തെ പ്രേമിക്കാൻ തയ്യാറല്ല, ഈ നിഴലിനെ പ്രേമിച്ചിട്ട് ആഗ്രഹത്തിന് കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ചു നോക്കുന്ന എന്നെ ശ്രമിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. നിന്നെ പോലെ നെഞ്ചു വിരിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന തെമ്മാടിത്തരമാണ് വലുതെന്ന് പറഞ്ഞു ആലിമീങ്ങൾ പറഞ്ഞാൽ അവർക്കെതിരെ വിരൽ ചൂണ്ടി ആഹ്ലാദത്തോടെ പറഞ്ഞു നിന്ന ആളുകളുടെ മുമ്പിലാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത്. വിശുദ്ധമായ ഖുർആനിന്റെ 6666 ആയത്തുകളെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്ത് ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത്. ഖുർആനിന്റെ ഭർത്താവിനെ ചാരിയിരുന്നിട്ട് തങ്ങൾ ചെയ്യുന്ന തെമ്മാടിത്തരത്തെ വിളിച്ചു പറഞ്ഞിട്ട് നേരെ നോക്കിയിട്ട് എടാ മുഹമ്മദേ ഞങ്ങളെ ഉപദേശിക്കാൻ നീ ആരടാ, ഞങ്ങൾ ഇനിയും ചെയ്യുമടാ എന്ന് പറഞ്ഞിട്ട് വാഹിയാണ് കൈവാലയത്തിന്റെ ഭർത്താവിൽ ചാരിയിരുന്നിട്ട് അഭിമായ നബിയുടെ മുമ്പിലേക്ക് നോക്കി പരീക്ഷിച്ചിട്ട് ഞങ്ങളെ ഭാഗം പറഞ്ഞ് നന്നാക്കാതെ എവിടെ നിന്ന് വന്നടാ, ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവില്ലേ ഇയാൾ നമ്മളെ നന്നാക്കാൻ വന്നവനാണോ? കൈവാലയത്തിന്റെ ഭർത്താവിനെ നെഞ്ചിൽ വിരിച്ച് ചാരിയിരുന്നിട്ട് അഭിമായ നബിയുടെ നേരെ നോക്കിയിട്ട് ആരെടാ മുഹമ്മദേ നീ ഞങ്ങളെ നന്നാക്കാൻ പ്രസംഗിക്കുന്നു? വാഹിയാണ് കൈവാലയത്തിന്റെ ഭർത്താവിൽ
ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു, ഇന്ന് രാവിലെ മുതൽ ഞാൻ വ്യഭിചരിക്കാൻ വേണ്ടി നടന്നു, ധാരാളം പെണ്ണുങ്ങളുമായി ഞാൻ കിടപ്പുറം കെട്ടിട്ട് ഇന്ന് രാവിലെ വ്യഭിചരിക്കാരുടെ പെണ്ണിനെ തേടി നടന്നിട്ട് ഒരു പെണ്ണിനെ പോലും കിട്ടാതെ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഒരു ദിവസം വ്യഭിചരിക്കാതെ കുറക്കം വരില്ല. അങ്ങനെ നിരാശയോടെ നടന്നു വരുമ്പോ എന്റെ സഹോദരന്റെ ഭാര്യയെ കണ്ടപ്പോ അവളെ പിടിച്ചുകൊണ്ടുപോയി കിടപ്പുറത്ത് ഞാൻ വ്യഭിചരിച്ചെന്ന് ദേവാലയത്തിന്റെ മത്താവിനെ ചാടി നിന്ന് വീരവാദം മുഴക്കിയപ്പോ മറ്റൊരുത്തൻ പറഞ്ഞിരുന്നറിയോ, ഇതാരങ്ങ് ചൊറുതി ഇല്ല വഴിയിലൂടെ നടന്നു പോകുന്നവനെ പിടിച്ചു നിർത്തിയിട്ട് കരുത്തരത്തിട്ട് മടിശീല പൊട്ടിക്കുന്നവനാണ് ഞാൻ. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചന്തയുടെ പുറഭാഗത്തുള്ള പാറക്കെട്ടില് ഒരു പിടിച്ച വീരമായി വാളുമായിട്ട് ഞാൻ കാത്തു നിന്ന് ഒരാളെ പോലും വൈകുന്നേരം വരെ കിട്ടിയില്ല. അവസാന നിരാശയോട് ഇന്നൊരുത്തന്റെ കരുത്തരത്തിട്ട് മടിശീല പൊട്ടിക്കാൻ കഴിയില്ലല്ലോ നിരാശയോടെ ഇരുന്നപ്പോഴാണ് എന്റെ വാപ്പ അതിനെ കടന്നു വന്നത്. എന്റെ വാപ്പയെ പിടിച്ചു നിർത്തിയിട്ട് എന്റെ വാപ്പയുടെ കരുത്തരത്തിട്ട് എന്റെ വാപ്പയുടെ മടിശീലയെ പറഞ്ഞ ഓട്ടിച്ചു കൊണ്ടുപോയി എന്ന് പരസ്പരം വീരമാണം പറഞ്ഞ ചെറുപ്പക്കാരെ അമ്മാന്റെ റസൂലിനെ പരിഹസിച്ചപ്പോ ഞങ്ങൾ ബലമുള്ളവരാണ്, ഞങ്ങൾ ആരോഗ്യമുള്ളവരാണ്, ഞങ്ങൾ പണമുള്ളവരാണ്, നീ ഞങ്ങളെ വാഴ് പറഞ്ഞ് നന്നാക്കേണ്ടതാന്ന് പറഞ്ഞപ്പോ ആ സമയത്താണ് ചെറുപ്പക്കാരി വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത്. ആ ഹബീബായ നബിയുടെ മനസ്സ് നൊന്തപ്പോ ആകാശത്തിൽ നിന്ന് നബി വന്നില്ലേ, നബിയെ അൽഹാകുമുത് തകാബുർ അൽഹാകുമുത് തകാബുർ ഹത്താ സുർതുൽ മകാബിർ കല്ലാ സൗഫ തഅലമൂൻ തുമ്മ കല്ലാ സൗഫ തഅലമൂൻ. അവരോട് പറ, കൈവാലയത്തിന്റെ മാതാവിനെ നെഞ്ചിൽ വിളിച്ചിട്ട് ആരാ ഞാൻ ഈ പറയുക, ഭീമാപള്ളി എന്ന അല്ലാഹു അനുഗ്രഹം ചെയ്തൊരു തീരപ്രദേശത്ത് ജനിച്ചിട്ട് കല്ലിന്റെയും കഞ്ചാവിന്റെയും ചരസിന്റെയും അശ്ലീലത്തിന്റെയും അടിമകളായി ആര് പറഞ്ഞാലും ഞങ്ങൾ നന്നാവില്ല. അറിയാൻ ആരോട് കൂടെ പറപ്പിനോട് ഞങ്ങൾ ഇത് ചെയ്യുമെന്ന് എന്റെ ചെറുപ്പക്കാരാ വീരവാദം മുടക്കുന്നെങ്കിൽ അവ ചോദിക്കുകയാണ്, എടാ തെമ്മാടി, എടാ തെമ്മാടി, അൽഹാകുമുത്തകാബിർ ഏതുവരെയാണ് നിങ്ങൾ നെഞ്ചിങ്ങനെ തിരിച്ചു നിൽക്കുക? ഈ പള്ളി കാട്ടിൽ കൊണ്ടുപോയി നിന്നെ മുഖത്തും മണ്ണ് വാരി ഇടുന്നത് വരെയല്ലേ? അതുവരെ അല്ലാതെ നീ അഹങ്കാരം പോയോ? ഏതുവരെയാ? പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി നിന്നെ മനസ്സിൽ കിടത്തിയിട്ട് നിന്റെ സുന്ദരമായ മുഖത്തേക്ക് മണ്ണ് വാരിയിടുമ്പോ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇലയമ്മേ തണ്ണീരേടും ചേർത്ത് മണ്ണടിനാലേ മറമാട് കാബർ ബഹുജോറിലേ, മറമാടും കാബർ ബഹുജോറിലേ. നിന്റെ സുന്ദരമായ മുഖം പള്ളിക്കാട്ടിലെ കബർസ്ഥാനിൽ വരന്ന് കിടക്കുമ്പോ ഈ കാണുന്ന പാട്ടിൽ കാണുന്ന ഈ മനുഷ്യന്റെ സുന്ദരമായ മുഖത്തേക്ക് അവൻ മറന്നു കിടന്നാൽ അവന്റെ മുഖത്തേക്ക് വീടുന്നത് പുഷ്പങ്ങളല്ല, ഇവൻ മറന്നു കിടന്നാൽ അവന്റെ മുഖത്ത് വീടുന്നത് റീത്തുകളല്ല, കല്ലും മണ്ണുമാണ് നിന്റെ വായിലേക്ക് വന്നടിക്കുന്നത്. തമ്മാടി ഏതുവരെയാ നീ ഇത് പറയുക? പള്ളിക്കാട്ടിൽ നിന്നെ മലത്തി കിടത്തുന്നത് വരെ അള്ള പറയുകയാണ്, അല്ല നീ വിചാരിച്ചതുപോലെയുള്ള കാര്യങ്ങളുടെ കിടപ്പ് നാളത്തെ സൂര്യോദയം കാണാമെന്ന് നീ വിചാരിക്കണ്ട. നീ നന്നായിട്ട് കാര്യം മനസ്സിലാക്കും, പുറകെ നന്നായിട്ട് നീ കാര്യം മനസ്സിലാക്കും, പുറകെ നീ പിന്നീട് കാര്യം മനസ്സിലാക്കും. എന്റെ മോനെ ആർക്ക് വേണ്ടി 6 നിരപരാധികളെ രക്തം വീണ് ഭീമാപള്ളിയുടെ തീരപ്രദേശത്ത് പിടഞ്ഞു വീണപ്പോ അവനാണ് കരാമക്കാരനെന്ന് ഇവിടുത്തെ സർവ്വ ആളുകൾ റിപ്പോർട്ട് ചെയ്യപ്പോ ആരാണ് സഹായിക്കാനുണ്ടായിരുന്നത്? ആർക്കാണ് ഉണ്ടായിരുന്നത്? അള്ളവർക്കല്ല. നീ വിചാരിക്കുന്നത് പോലെയല്ല ഈ ദുനിയാവിന്റെ പോക്ക്. ഇതിനെ സൃഷ്ടിച്ചത് ഞാനാണ്, ഇതിനെ കൊണ്ടുപോകുന്നതും ഞാനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ഈ ദുനിയാവ് അസലും മഖൂബും ബിത്തൗമി, വിഷം പുരട്ട അമ്പാണ് എന്ന് വിഷം പുരട്ടിയ തേനാണ്, വിഷം പുരട്ടിയ തേനാണ്.
വിഷം പുരട്ടിയ തേനാണ് ദുനിയാവ്. ഈ വിഷം പുരട്ടിയ തേൻ നാക്കിൽ തൊട്ടിട്ട് നീ രുചിച്ചിട്ട് നടക്കാൻ ഇതിന്റെ ഉള്ളിൽ വിശ്വാസം നിനക്ക് അറിഞ്ഞൂടാ. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഏതുവരെ പള്ളിക്കാട്ടി മരത്തിൽ കിടന്ന പിന്നെ ബിൽഗേറ്റ്സും ഞാനും ഒരേപോലെ. ബിൽഗേറ്റ്സ് നിങ്ങളും ഒരേപോലെയാ. കാരണം അവന്റെ മുഖത്തേക്ക് വീഴുന്നത് മണ്ണാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈ ഒരു ബോധം മനസ്സിലുണ്ടാവും. ഈ ഒരു ബോധം അപ്പൊ ചോദിക്കും സ്ഥലം ദുനിയാവ് വേണ്ടേ? ഇത് ദുനിയാവ് വേണം. വള്ളം സഞ്ചരിക്കണമെങ്കിൽ വെള്ളം വേണം, വേണ്ടേ? ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. വെള്ളം നോക്കൂ. വള്ളം സഞ്ചരിക്കണമെങ്കിൽ വെള്ളം വേണം. ആഗ്രഹം വേണമെങ്കിൽ ദുനിയാവ് വേണം. പക്ഷേ വെള്ളം വള്ളത്തിൽ കയറാൻ പാടില്ല. വള്ളം സഞ്ചരിക്കണമെങ്കിൽ വെള്ളം വേണം. പക്ഷെ വെള്ളം വള്ളത്തിൽ കേറിയ അല്ലേ ഉസ്താദ്? ദുനിയാവ് വേണം, വേണ്ടെന്നാലും പറഞ്ഞ ദുനിയാവ് വേണം. പക്ഷേ വെള്ളത്തിന് മീതെ കിടക്കാവൂ. വള്ളത്തിൽ വെള്ളം കയറാൻ പാടില്ല. ദുനിയാവ് നമ്മുടെ അകത്ത് കയറാൻ പാടില്ല. ദുനിയാവ് നമ്മുടെ വെളിയിലേക്കാവും. ദുനിയാവ് നമ്മുടെ ഉള്ളിൽ എപ്പോ വിടണമെന്ന് വിചാരിച്ച അപ്പൊ വിടും. ഞാൻ ഇവിടെ നിർത്തിയിട്ട് പറയല്ലേ, നാളെ ഈ ഭാഗം നിർത്തിയിട്ട് പ്രസംഗം നിർത്തിയിട്ട് ഒരു തൈക്കാവിന് പോയി സാദാ സീത ഇമാമാകണമെന്ന് തോന്നിയാൽ അതിന് പാകപ്പെട്ട മനസ്സുമായിട്ടാണ് ഞാൻ നിൽക്കുക. നിങ്ങൾ ആരും ഒരാണ്ട് ശങ്കിക്കണ്ട. ചില ആളുകൾ പറയുമ്പോൾ അത് നല്ല സെറ്റപ്പിലല്ലേ ഇപ്പോൾ. ഞാൻ എൻ്റെ കഴിവിനെ ഞാൻ പാകപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ? ഇന്ന് ഈ ഭാഗം നിന്നു. നാളെ രാവിലെ 2000 രൂപ ശമ്പളത്തിന് ഒരു തൈക്കാവിന് ഇമാമായി നിൽക്കണം. പാകപ്പെടുത്തിയിട്ട് നിൽക്കുക. അള്ളാഹുനാക്കി തരട്ടെ. അല്ല ഇതില്ലെങ്കിൽ പിന്നെ ജീവിക്കാൻ കഴിയില്ല. പിന്നെ ഞാൻ ദുനിയാവ് നഷ്ടപ്പെട്ടു പോയി, എന്റെ ആഹാരം നഷ്ടപ്പെട്ടു പോയി, അങ്ങനെ ഒരു തോന്നലുണ്ടാവും. ദുനിയാവിന് പോയോ? അള്ളാഹു ആദ്യ കയ്യിലും തരും, വാസിക്കന്റെ കയ്യിലും തരും, നല്ലവന്റെ കയ്യിലും തരും. തിരിച്ചേത് സമയത്ത് അവൻ എടുക്കും. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് ആ ചിന്ത നൽകട്ടെ. അള്ളാഹു നമുക്ക് ആ ചിന്ത നൽകട്ടെ. അള്ളാഹു പറഞ്ഞു അള്ളാഹുവിനെ തന്നെയാണ് സത്യം, നീ നരകത്തെ കാണുക തന്നെ ചെയ്യും. എന്തൊരു വാക്കാ ഖുർആൻ മനുഷ്യന്റെ ഹൃദയത്തിലോട്ട് ഇറ്റിച്ചതാണ്. ഈ ഒരൊറ്റ സൂറത്ത് പഠിച്ചാൽ മതി, പിന്നെ ഒരു മനുഷ്യ തെമ്മാടിയാവില്ല. അള്ളാഹ് ചോദിക്കാതെ തെമ്മാടി നീ അത്ഭുതം വരെയാണ് നെഞ്ചും വിളിച്ചിട്ട് ഞങ്ങളെ നന്നാക്കാൻ വന്നിരിക്കുന്ന. ഞങ്ങളിത് നിർത്താനാ, ഞങ്ങൾ നിർത്തില്ല. കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതുവരെ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു നിങ്ങൾ നരകത്തെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് അല്ലാഹു നാം ഏവരെയും മാറ്റി നിർത്തുമാറാകട്ടെ. കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് അല്ലാഹു നാം ഏവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിൽ ജീവിക്കുമ്പോ 4 കാര്യങ്ങൾ ഓർക്കണം. ഒരൊറ്റ ഹദീസ് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ നോക്കിക്കോളൂ, പറയുന്ന കറക്റ്റായിരിക്കും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നിഴലിനെ കുറിച്ച് പറഞ്ഞ ഒരു ഉപമയുണ്ട്. എന്തോ ക്ലാസ് വെച്ച് നോക്കിയായിട്ട് ഇപ്പൊ ഒന്നും കൊടുക്കണം. അവിടെ ദുനിയാവ് വേണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ചായ ഞാൻ ഒരു വ്യക്തി പാകപ്പെടുത്തിക്കൊണ്ടുവരും. അപ്പൊ നിങ്ങൾ ചായ കുറച്ചായിട്ട് വന്നാൽ കൊടുക്കുക ഇൻഷാല്ലാ. അവസാനം നമ്മൾ നന്നായിട്ട് ദുആ ചെയ്ത് ഒത്തിരി നാളായി നമ്മൾ ഒന്നിച്ചിരുന്നു ദുആ ചെയ്തിട്ട് ഒന്ന് ദുആ ചെയ്ത് ചായ കുടിച്ചിട്ട് നമ്മൾ പോകും. പക്ഷെ അതിനു മുമ്പ് ഒരു 4 കാര്യം നിങ്ങളോട് ഞാൻ പറയുകയാണ്. പക്ഷെ ചെയ്യൂലേ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ പൊന്നു സഹോദരിമാരെ, ഈ പോക്കങ്ങൾ അവസാനിപ്പിക്കണം. ഞാൻ നന്നാവാൻ, ഞാൻ ഈ മിനീസ് കേട്ടിട്ട് അരയ്ക്ക് റിപ്പോർട്ടില്ലാത്ത വസ്ത്രം ധരിച്ച് ഞാൻ ഇങ്ങനെ നടക്കും. കക്ഷത്തിൽ ഒരു ബാഗ് തോന്നി. മയ്യത്ത് കാണാൻ പോണ പെണ്ണിന്റെ കക്ഷത്തിൽ ഒരു ബാഗ് ഉണ്ടാവും. എന്തിനാണ് അള്ളാഹു? മരിപ്പ് വീട്ടി മയ്യത്ത് കാണാൻ പോവാ പെണ്ണ്, ആ പെണ്ണിന്റെ കക്ഷത്തിൽ ഒരു ബാഗ് തൂക്കിയിട്ടുണ്ടാവും. ആ ബാഗിന്റെ അകത്തോട്ട് ഒന്നും ഉണ്ടാവൂല. താനും ഇതെന്തിനാ തൂക്കിയിരിക്കണമെന്ന് അള്ളാഹു അല്ല. മയ്യത്ത് കാണാൻ പോവാ, അപ്പഴും കക്ഷത്തുന്ന ഒരു ബാഗ്. ഇതെന്തിനാ? ഒരു ഭ്രമമാണിത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതൊരു കക്ഷത്ത് ബാഗില്ലെങ്കിൽ ഞാൻ അടാവില്ല.
4 പേര് നോക്കി കൊള്ളാവുന്നുള്ള കക്ഷത്തിലിട്ട് വാനിറ്റി ബാഗില്ലെങ്കിൽ മയ്യത്ത് വീട്ടിൽ വന്നിരിക്കുന്ന ആളുകൾ എന്ത് വിചാരിക്കും, ഒരു ബാഗ് ഒരു കക്ഷത്തിൽ. അപ്പൊ മയ്യത്ത് കാണാൻ പോണ പെണ്ണിന്റെ കക്ഷത്തിൽ ഒരു ബാഗുണ്ട്. ഇത് പടിഞ്ഞാറിന്റെ സംഭാവനയാണ്. കാരണം പടിഞ്ഞാറിന്റെ പെണ്ണിന്റെ കയ്യിൽ എപ്പോഴും ഒരു ചെറിയ ബാഗ് ഉണ്ടാവും. അതിനകത്ത് എന്താന്നുള്ള കാര്യം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാൻ പറയുന്നില്ല. അത് അവൾക്ക് വഴിയരികിൽ മുഴുവനും ആവശ്യം വരുന്ന സാധനമായിരിക്കും. അതുകൊണ്ട് അതിനാണ് പടിഞ്ഞാറ്റിലെ പെണ്ണ് കയ്യിലൊരു ചെറിയ ബാഗ് എപ്പോഴും ഉണ്ടാവും. അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതിനകത്ത് ഉണ്ടാവും. അത് കണ്ടിട്ട് ഈ പാവ പച്ചപ്പൊട്ടി പൊട്ടി എന്ന് പറഞ്ഞ പിന്നെ പച്ചപ്പൊട്ടി പൊട്ടി എന്ന് പറഞ്ഞ പിന്നെ ഇതെന്ത് പൊട്ടിയാ? പച്ചപ്പൊട്ടി. അല്ലാതെ എന്തിനാ വിളിക്കുക? എട്ടിപ്പെണ്ണ് വൈകുന്നേരം 7 മണിക്ക് ചായ നിൽക്കുമ്പോ ടിവിയിൽ സീരിയലി വരും. ആ സീരിയലി വരുന്ന പെണ്ണ് കണ്ണിൽ വിസരം വെച്ചിട്ടാണ് അവള് കരയണം, അല്ലെ? സാരി കൊടുത്ത് ഇപ്പോഴത്തെ ഒരു സീരിയൽ അഭിനയിക്കുന്ന പെണ്ണിന് 500 സാരി ഉണ്ടെന്നാണ്. എന്റെ മോൻ 1 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ സീരിയൽ, അവനിപ്പോ 8 വയസ്സായി. ആദ്യത്തെ സംവിധായകൻ മരിച്ചപ്പോയാലും മോനാ സംവിധായകൻ സീരിയലെ കൊണ്ടാലും. അതിൽ അഭിനയിക്കുന്ന ഒരു പെണ്ണിന് മിനിയാന്ന് സപ്ലിമെന്റിൽ കണ്ടത് അവക്ക് 500 സാരി ഉണ്ടെന്നാണ്. 500 സാരി ഒരു സാരി കൊടുത്ത് മുഖത്ത് പൗഡർ തേച്ച് കണ്ണില് ഗ്ലിസറിൻ തേച്ചിട്ടാണ് സീരിയലിലെ പെണ്ണിരുന്ന് കരയുന്നത്. നീ ഭീമാപ്പള്ളിയിൽ 24 ഇഞ്ചിന്റെ മുമ്പിൽ ഇരുന്നിട്ട് അവള് ഗ്ലിസറിൻ തേച്ച് കരയുമ്പോ നീ കൂടെ പച്ചപ്പൊട്ടി. അല്ലാതെ എന്താ പറയുന്നത്? പെണ്ണുങ്ങൾ വിചാരിക്കും ഇമാതിരിക്ക് ദുവാ ചെയ്ത് അത് കേൾക്കാൻ വന്ന് ഓടിപ്പടി കയറി മോളി കയറി ഇരുന്നിട്ട് അയാൾ നമ്മളെ പച്ചപ്പൊട്ടി എന്ന് വിളിച്ചല്ലോ. ആ പച്ചപ്പൊട്ടികളെയും വിളിച്ചിട്ട് പൊട്ടികൾ അല്ലാത്തൊന്നും പൊട്ടികളല്ല. ഈ പൊട്ടി മിനാഹിനഹു പൊട്ടിനഹ പൊട്ടി. അപ്പൊ പച്ചപ്പൊട്ടികൾ എന്താ? അല്ലെങ്കിൽ പിന്നെ അമ്മ കണ്ടിട്ട് കരയും. അവളെ വിസരം വെച്ചിട്ട് കരഞ്ഞതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അതുകൊണ്ട് വെറും ഒരു പച്ചപ്പൊട്ടിയാവാതെ പടിഞ്ഞാറിന്റെ ആവിഷ്കാരത്തിന്റെ പെണ്ണായി മാറാതെ അവള് വാണിജ്യ ബാബു ചുമച്ചു. എടാ പച്ചപ്പൊട്ടൻ, നീ പച്ചപ്പൊട്ടൻ. നമുക്ക് ദുനിയാവിങ്ങനെ കാണാൻ അങ്ങനെ ഇങ്ങനെ വന്നിട്ട് പാട്ടിന്റെ അകത്തോട്ട് കയ്യങ്ങൾ ഇൻ ചെയ്തിട്ട് കച്ചവടമൊക്കെ കൊണ്ടടേ. ഏതായാലും റൂമിന്റെ വരുമാനമൊക്കെ കൊടുക്കുമ്പോ കറക്റ്റാണ്. എടാ പൊട്ട, നീ എന്തിനാണ് പോക്കറ്റിൽ കൈയിട്ടത്? അത് അമേരിക്കക്കാരൻ ഇട്ടതാണ്. അവിടെ ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് അവന്റെ കൈക്ക് തണുപ്പേക്കാതെ അവൻ പാട്ടിന്റെ പോക്കറ്റിൽ കൈയിട്ടതാ. നമ്മളത് കണ്ടിട്ട് നമ്മളിപ്പോഴും നമുക്ക് അവൻ മതി. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, കേരളത്തിൽ ആകെ 7 ടൗണിൽ നോക്കിയാലും 2 പരസ്യമാണ് കൂടുതൽ. ഒന്ന്, UK പഠിക്കാൻ അവസരം. നോക്ക്, തിരുവനന്തപുരം മൊത്തം ഇരട്ടി പോസ്റ്റിലാണ് UK. എന്റെ മോനെ UK വിട്ട് പഠിപ്പിക്കാം. അവൻ ആരിഫായി, ഔലിയായി. രണ്ടാമത് പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന പരസ്യം മൂലക്കുരു ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്താം. ഈ 2 പരസ്യമാണ് കേരളത്തിൽ കൂടുതൽ. അതിന് കാരണയാണ്. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് പറഞ്ഞ ഏറ്റവും വലിയ സതുപദേശം ഏതെന്നറിയുമോ? സതുപദേശം പറയാൻ വേണ്ടി മാത്രം വന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ആകർ ഹലീമാ മേരാ ഘർ മേ ഖൈർ വറാ ഗയാ ഹേ യേ ഖേതി की घर आकर हलीमा मेरा घर में खैर वरा गया है. അങ്ങനെ നിന്ന് പാവപ്പെട്ടവളായ ഹലീമത്ത് സഅദിയ മദീനയിലേക്ക് വന്നപ്പോ, മക്കയിലോട്ട് വന്നപ്പോ ഏതൊരു പ്രിയപ്പെട്ട മകനെ തന്നെ മാറിടത്തോട്ട് ചേർത്ത് വെച്ചപ്പെടാറോ പാല് ചുരത്താത്ത ഒട്ടകത്തിന്റെ അകലില് പാല് ചുരത്തപ്പെട്ട പറക്കത്തിന്റെ ഉടമസ്ഥന്റെ വാക്കുകൾ എന്റെ വീട്ടിലേക്ക് കടന്നു വന്നാൽ ഈ ഭീമാപള്ളിയിൽ ഓരോ കൊട്ടാരത്തും കുടിലേക്കും ഹബീബായ നബിയുടെ ഒരൊറ്റ വാക്ക് കടന്നു വന്നാൽ നിങ്ങൾ ആഖിറത്തിന്റെ സുൽത്താന്മാരാണ്, നിങ്ങൾ ദുനിയാവിന്റെ നിഴലിന്റെ പ്രണയിതാക്കളല്ല. അതേതെന്നറിയുമോ? ലോകത്ത് മുഴുവനും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അദ്ദുനിയാ സിജ്നുൽ മുഅ്മിനി വ ജന്നത്തുൽ കാഫിർ. അടിവരയിട്ടിട്ട് അഹ്മദ് കബീറിന്റെ വാക്ക് കേൾക്കുമ്പോ അടിവരയിട്ടിട്ട് നിന്ന് മനസ്സിലാക്കിയിട്ട് പോകണം. അദ്ദുനിയാ സിജ്നുൽ മുഅ്മിനി, ഈ ദുനിയാവ്, ഈ നിഴല്, ഈ ദുനിയാവ് സിജ്നുൽ മുഅ്മിനി, ഒരു സത്യവിശ്വാസിയുടെ ജയിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ
ഒരൊറ്റ ഹദീസ് ഞാൻ പറയും നിഴലുമായിട്ട് ബന്ധപ്പെട്ട്. നിഴലിനെ രണ്ട് കാര്യത്തോട് ഉപയോഗിച്ചിട്ട് നബിയങ്ങൾ. ഒന്നാമത്താണ് നമ്മൾ പറയുന്നത്, ഒന്നാമത്തത് ദുനിയാവാണ്. ഈ ഒരൊറ്റ ഹദീസ് മാത്രം പഠിച്ചാൽ മതി, ജീവിതത്തിൽ ഒരു 3/4 ഭാഗം മുത്തക്കിയാവാൻ പറ്റും. പൂർണ്ണമാകാൻ പറ്റും ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് നിങ്ങൾക്കും അവിടം വരെയൊക്കെ എത്താൻ വലിയ പാടാണ്. അങ്ങനെയൊക്കെ എത്തണമെങ്കിൽ ഒരു വലിയ ഹിമ്മത്ത് വേണം. അള്ളാഹു അതൊക്കെ തരട്ടെ. ഒരു സഹാബി മദീനത്തൂടി നടന്നുപോയി, ഒരു സുന്ദരിയായ പെണ്ണ് മുമ്പിലൂടെ പോയി. ആ പെണ്ണിനെ അറിയാതെ നോക്കിപ്പോയി. ആര്? സഹാബി. എന്നിട്ട് ആളുകൾ നോക്കാതിരിക്കരുത്. പെട്ടെന്ന് പടച്ചവനെ പേടി വന്നു. ആ പെണ്ണിനെ അറിയാതെ നോക്കി ആഗ്രഹിച്ചു പോയി. പെട്ടെന്ന് പടച്ചവനെ പേടി വന്നു. നേരെ പള്ളിയിലോട്ട് പോയപ്പോ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പള്ളിയിലിരിക്കുകയാണ്. പോയി പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ അമീറുൽ മുഅ്മിനീൻ. ആ സമയത്ത് സലാം എന്നായിട്ട് മടക്കിയില്ല. എന്റെ അമീറുൽ മുഅ്മിനീൻ സലാം എന്നായിട്ട് മടക്കാത്തതെന്താ? ആഖിറത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞു നടക്കുകയാണ്. വ്യഭിചാരത്തിന്റെ അടയാളം നിന്റെ മുഖത്താണെങ്കിൽ വരച്ചു വെച്ചിട്ടുണ്ട്. സലാം മടക്കിയില്ല. ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, വളച്ചിലൊക്കെ ആഗ്രഹത്തിന്റെ ആളുകളാണ്, ഭയങ്കര നിസ്കാരവും നോമ്പും ഒക്കെ തന്നെ. പക്ഷെ ആഖിറത്തിൽ മുഖത്ത് പച്ച വ്യഭിചാരത്തിന്റെ അടയാളം വിട്ട് കാണാൻ കഴിയും. സഹാബി ഞെട്ടിപ്പോയി. സംഭവം നടക്കുന്ന റോട്ടിൽ പറയുന്നത് വെച്ച് ഇതാണ് മഹാമാര് പറയണ. പള്ളിയിൽ പോയപ്പോ വലിയ നിസ്കാരക്കാരനൊക്കെ വ്യഭിചാരത്തിന്റെ അടയാളം മുഖത്ത് കാണുന്നുണ്ട്. ആ സമയത്ത് ഈ സഹാബി ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, എന്താ അമീറുൽ മുഅ്മിനീൻ അനസൽ വബി ബഅദ റസൂലുള്ളാഹ്, റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം വഹി വരുന്നുണ്ടോ? എങ്ങനെയാ മുന്നിൽ വെച്ചൊരു പെണ്ണിനെ ഞാൻ നോക്കിയ കാര്യം എങ്ങനെയാ നിങ്ങൾ അറിഞ്ഞത്? അമീറുൽ മുഅ്മിനീൻ അനസൽ വബി ബഅദ റസൂലുള്ളാഹ്, റസൂലുള്ളാഹിക്ക് ശേഷം വഹി വരുന്നില്ല. ഞാൻ റോട്ടിൽ വെച്ച് കണ്ട കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അപ്പൊ അറിയാതൊരു സഹാബി ഹജ്ജിന് പോയി. ഒരു സുന്ദരിയായ പെണ്ണ് ഹജ്ജിന്റെ മസാല ഒരിക്കൽ നബിയുടെ അടുക്കൽ വന്നു. അടുത്തൊരു സഹാബി നിൽക്കുന്നുണ്ടായിരുന്നു. ആ സഹാബി പെണ്ണിനെ നേരെ നോക്കി. ഹബീബായ റസൂലുള്ള മസ്തര പറഞ്ഞ കൂടെ സഹാബിയുടെ മുഖത്തോട്ട് ഇട്ടു, ഇങ്ങോട്ട് ഇട്ടു. സഹാബിയുടെ മുഖത്തോടിച്ച് അങ്ങോട്ട് നോക്കി. റസൂലുള്ള വിളിച്ച് ഇങ്ങോട്ട് തിരിച്ചു. അവസരം. അപ്പോ അത്രയും ഒക്കെ നമ്മൾ എത്തണമെങ്കിൽ കണ്ടാലുടനെ ഒരു പച്ച മനുഷ്യനായിട്ട് നമ്മൾ പറയുക, എനിക്ക് നിങ്ങളുടെ മുന്നിൽ വിലായത്തിന്റെ പദവി ഒന്നും വേണ്ട, എനിക്കൊട്ട് മഹാനാവുകയും വേണ്ട, നിൽക്കണമൊക്കെ നിങ്ങൾ പോയാൽ മതി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ട ഉടനെ പടച്ചവൻ ഇതിന്റെ ആഹ്റത്തിന് തടസ്സമാവില്ല നോക്കിട്ട് കണ്ണ് വലിക്കാൻ മാത്രം ഈമാൻ എനിക്ക് നിങ്ങൾക്ക് എത്തിയിട്ടില്ല. അള്ളാഹു എത്തിക്കട്ടെ, അള്ളാഹു എത്തിച്ചു തരട്ടെ ഇവിടം വരെ. പക്ഷേ ഈ ഹദീസ് മാത്രം ഒന്ന് പഠിച്ചാൽ ഒരു 70% മുഅ്മിനാവാൻ പറ്റും, 100% പറ്റും ഞാൻ പറയും. അള്ളാഹു നമ്മൾ അവിടെ വരെ എത്തിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അള്ളാഹുവിനെ എത്തിക്കട്ടെ. അവിടേക്ക് വീണ്ടും കഴിയില്ല. കണ്ടാൽ ഉടനെ ഇതെന്റെ സ്വർഗത്തിന് തടസ്സമാണല്ലോ എന്ന് പറഞ്ഞ് കണ്ണ് പിൻവലിക്കണമെങ്കിൽ അവൻ അവിടം വരെ എത്തും. അത് നാവിന്റെ പ്രസംഗം കൊണ്ട് കഴിയില്ല, അത് കൽബിന്റെ വെളിച്ചം കൊണ്ടേ കഴിയൂ. അള്ളാഹു നാവിന്റെ പറച്ചിൽ കൽബിന്റെ വെളിച്ചമാക്കി അള്ളാഹു തരട്ടെ. അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ, ഈ ദുനിയാവ് നമ്മുടെ ജയിലാണ്. അവിശ്വാസിയുടെ വെടിവെച്ചവൻ സ്വർഗത്തിലാണ്, വെടി കൊണ്ടവൻ ദുനിയാവിലെ നരകത്തിലാണ്. മനസ്സിലായില്ല? ഈ ദുനിയാവ് സത്യവിശ്വാസിയുടെ ജയിലാണ്, അവിശ്വാസിയുടെ സ്വർഗമാണ്. അവന് അധികാരികൾ അവന്റെ കൂടെയാണ്, പോലീസ് അവന്റെ കൂടെയാണ്. അവന് എന്നിട്ട് മനസ്സിലായി, അവന് നമുക്കിപ്പോഴും നരകമാണ്, നമുക്കിതിപ്പോഴും ജയിലാണ്. നമ്മൾ ജയിൽവാസിയാണ്. അള്ളാഹുവിനാക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ, അള്ളാഹുവിനാക്കട്ടെ. ഇത് ദുനിയാവിൽ ഈ നിഴലിൽ നമ്മളാരാ? തടവില്ല, ജയിൽവാസിയാ. ജയിൽവാസിക്ക് 4 ഗുണങ്ങൾ ഉണ്ടാവും. എത്ര ഗുണം? ജയിൽവാസിക്ക് 4 ഗുണങ്ങളുണ്ട്. ഒരു തടവ് പുള്ളിയുടെ 4 ഗുണം സഹോദരിമാരെ, സഹോദരങ്ങളെ, നിങ്ങൾക്കും എനിക്കും ഉണ്ടായാൽ നമ്മൾ പറയട്ടെ. നിഴലിന്റെ പ്രണയം അവസാനിപ്പിക്കട്ടെ. നിഴലിനെ പ്രണയിക്കുന്നെങ്കിൽ ആ നിഴലിനെ പ്രണയിക്കുന്നവർക്ക് 4 അടിസ്ഥാന യോഗ്യത ഉണ്ടാവണം. പ്രണയമുണ്ട്, എനിക്ക് ആ പെണ്ണിന് ഇഷ്ടം, കെട്ടിച്ചേരാൻ പറയും, പെണ്ണിന്റെ വാപ്പാന്ന് പറയും, പോയി സ്വന്തമായിട്ട് ജോലി ഉണ്ടാക്കി തരാൻ പറയും. അപ്പൊ നിഴലിനെ സ്നേഹിക്കുന്നെങ്കിൽ
ആ നിഴലിനെ പ്രണയിക്കുന്നവർക്ക് ഇത്ര ഗുണം ഉണ്ടാവണം. 4. നീ ഇവിടുത്തെ ജയിൽവാസിയാണ്. പൂലപ്പുര സെൻട്രൽ ജയിലിലെ തടവ് പുള്ളിയുടെ ഗുണം എന്താ? ചപ്പാത്തി ഉണ്ടാക്കലല്ല, അത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വിൽക്കലല്ല. ജയിൽവാസിക്ക് 2 ഗുണം, 4 ഗുണമുണ്ട്. 1 ഇത്താഅത്ത്. അതുകൊണ്ടാണ് എന്റെ ജയിൽവാസിയോട് നമ്മെ ഉപമിച്ചത് ദുനിയാവിൽ താമസിക്കുന്നവരോട്. 1 ഇത്താഅത്ത്, വഴിപ്പെടുക. ജയിൽവാസി എത്ര വലിയവനാണെങ്കിലും, ഇനി സാക്ഷാൽ സ്വർണം കടത്തിയ വയസ്സാണെങ്കിലും, ജയിലിൽ പോയാൽ ജയിൽ വാർഡനെ അനുസരിച്ചേ പറ്റൂ. ജയിൽവാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അനുസരിക്കുക. സമയത്ത് പ്ലേറ്റ് മുട്ടും വന്ന് കഴിക്കുക, കുന്താലി എടുത്തു കൊടുത്താൽ വെട്ടുക. അതിപ്പോ കാലിത്തീറ്റയിൽ പോയ ലാലുവായിട്ട് കഴിയില്ല. ലാലു പ്രസാദിന്റെ ഇനി ജോലി 18 വർഷം മുമ്പ് പ്രോസിക്യൂട്ട് ചെയ്ത ആൾ, 18 വർഷം മുമ്പ് ശിക്ഷ വിധിക്കാൻ പ്രോസിക്യൂട്ട് ചെയ്യപ്പെട്ട ആളാണ് ലാലു പ്രസാദ് യാദവ്. 18 വർഷം മുമ്പ് പ്രോസിക്യൂട്ട് ചെയ്തിട്ടും അയാളെ ശിക്ഷിച്ചത് ഇപ്പോഴാണ്. മസൂദ് അല്ലെ എംപിയുടെ പേരെന്താ? ഇപ്പൊ ജയിലിൽ എം പി റഷീദ് മസൂദ് 44-ാമത്തെ വയസ്സിലാണ് അയാൾ കുറ്റം ചെയ്തത്. അയാളെ ശിക്ഷിക്കുന്നത് 85-ാമത്തെ വയസ്സിലാണ്, 41 വർഷത്തിന് ശേഷം. അയാൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷ അനുഭവിക്കണമെങ്കിൽ അയാളുടെ യൗവനത്തിലാണ് അയാൾ ജയിലിൽ കിടക്കേണ്ടത്. ഇനി എല്ലാ ചോര നീരും വെച്ചിട്ട് 41 വർഷം ഇനിയല്ല ചെയ്യേണ്ടത്. ഇതാണ് ദുനിയാവിന്റെ കോടതിയുടെ പരിമിതി. ലാലു പ്രസാദ് ഭാര്യ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ലാലു പ്രസാദ് ജയിലിൽ കിടക്കണം, അതാണ് നീതി. ഇത് ദുനിയാവിന്റെ കോടതി ഇങ്ങനെയൊക്കെ തന്നെ. പക്ഷേ ഈ ലാലുവാണെങ്കിലും ഈ താഴ്ത്തു വേണം. ജയിൽവാസിയുടെ 1ാമത്തെ ഗുണം എന്താ? ജയിൽവാസിയെ പോലെ ആകണം സഹോദരങ്ങളെ, സഹോദരിമാരെ. ഇത്താഴത്ത് വഴിപ്പെടണം. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ വഴിപ്പെടണം. ആരെയാ വഴിപ്പെടേണ്ടത്? അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഴിപ്പെടണം. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമുക്കും എനിക്കും ഉണ്ടാകേണ്ട 1ാമത്തെ ഗുണം ഇത്താഅത്തുല്ലാഹ് വ റസൂലിഹി. അല്ലാഹുവിന്റെ റസൂലിനെ വഴിപ്പെടുക. എന്നാലേ സഹോദരങ്ങളെ ജയിക്കാൻ കഴിയൂ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ കടലിന്റെ തിരമാലകളുടെ മുകളിലേക്ക് ജീവിക്കാൻ വേണ്ടി വള്ളത്തിന്റെ വിലയും കാത്തിരിക്കുന്ന ഈ തീരദേശ പ്രവാസികളോട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂലിനെ വഴിപ്പെടുക. കടലിന്റെ തിരമാല നിന്റെ കാൽപ്പാടത്തിന്റെ ചുവട്ടിലാണ്. ഈ കടൽ പോലും നിന്റെ കാൽപ്പാടത്തിന്റെ ചുവട്ടിലാ. ബഹുമാനപ്പെട്ട അലാഇബ്നു ഹറമി റളിയല്ലാഹു അൻഹു ബഹ്റൈനിലേക്ക് പോവുകയാണ് 3000 സഹാബത്തുമായി. കടൽ തീരത്തെത്തി. കടൽ കടക്കാൻ കപ്പലില്ല. സഹാബത്ത് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, എങ്ങനെയാണ് കടൽ കിടക്കുക? ഓ സമയത്ത് പറഞ്ഞ്, നമുക്കെന്താ കടലിനെ പേടി, നമുക്കെന്താ കടലിനെ പേടി. വലകിന സഹാബു റസൂലില്ലാഹ്, നമ്മുടെ ഹബീബായ നബിയുടെ സഹാബത്തല്ലേ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുതിരയുടെ മുൻകാലെ കടലിൽ ഇറക്കുക, പിൻകാലെ കടലിന്റെ തീരത്ത് വെക്കുക. എന്നിട്ട് നിങ്ങളെല്ലാവരും കണ്ണടക്കുക. എല്ലാവരും കണ്ണടക്കി. സഹോദരങ്ങളെ, കടലിനോട് മല്ലിടുന്നവരെ, കടലിനോട് മല്ലിടുന്നവരെ, കടലിന്റെ തിരമാലകളോട് ജീവിക്കാൻ പാടുപെടുന്നവരെ, പള്ളിയുടെ നിവാസികളെ, കടൽ തിരമാല നിന്റെ വിരലിന്റെ താഴെ അനുസരണയോടെ നിൽക്കും. എപ്പോഴെന്നറിയോ? ഈ താഴ്ചിട്ടാൽ എല്ലാവരും കണ്ണടച്ചു. ആകാശത്തേക്ക് കണ്ണുയർത്തിയിട്ട് ഒറ്റ ദിക്റല്ലേ, യാ അലീം യാ ഹലീം, യാ അലീം യാ ഹലീം, യാ ഹലീം യാ ഹലീം, യാ ഹലീം. ദിക്ർ ചൊല്ലിക്കഴിഞ്ഞു. സഹാബത്തിനോട് പറഞ്ഞ് കണ്ണു തുറന്നുകൊള്ളുക. ഞങ്ങളെ കണ്ണു തുറന്നു നോക്കിയപ്പോ ഞങ്ങളുടെ കുതിരകളെ ബഹ്റൈനിലെത്തിയിരുന്നു. ഭീമപ്പള്ളിക്കാരെ ജയിൽവാസിയാവണം, ഇത്താഅത്തുണ്ടാകണം. തിരമാലയുടെ മുമ്പിൽ നിന്ന് നീ ദിക്ർ ചൊല്ലിയാൽ, മോനെ വഞ്ചി ഉണ്ടെങ്കിൽ കപ്പലുണ്ടെങ്കിൽ കപ്പലിൽ സഞ്ചരിച്ചാൽ 1 മാസം കഴിഞ്ഞേ ബഹ്റൈനിലെത്തുകയുള്ളൂ. കപ്പലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര പെട്ടെന്ന് എത്താൻ കഴിയുമായിരുന്നില്ല. 10 ദിക്ർ ചൊല്ലി തീരേണ്ട താമസം. ഈ കടലിൽ കിടന്ന് ബഹ്റൈനിലെത്തി. അസ്ഹാബു റസൂലില്ലാഹ്
വഴിതെറ്റിയ സഫീന റളിയല്ലാഹു തആല നടന്നു പോകുമ്പോ വായി പൊളിച്ചുകൊണ്ട് സിംഹം കുതിച്ചു ചാടു. തന്നെ കടിക്കാൻ വരുന്ന സിംഹത്തോട് സഫീന പറഞ്ഞു, കിഫി അസദി കിഫി അസ്കിഫി, ഓ മൃഗരാജനെ കിഫി നിൽക്കുക നിൽക്കുക നിൽക്കുക, അനഖാദിമു റസൂലില്ലാഹ്, ഞാൻ ഹബീബായ നബിയുടെ സേവകനാണ്, എന്നെ തൊട്ടുപോകരുത്. ആ സിംഹക്കുട്ടി മുമ്പിൽ നടന്നു. അദ്ദേഹത്തിന്റെ രണ്ടു കാലം നാട്ടിൽ കൊണ്ടുപോയി വെക്കുന്നത് വരെ ഒരു പൂച്ചക്കുട്ടിയെ പോലെ സിംഹക്കുട്ടി മുമ്പിൽ നടന്നു. അതുകൊണ്ട് ഒന്ന് ഇത്താഅത്തുണ്ടാകണം. ആരനുസരിക്കണം? ആരനുസരിക്കണം? അല്ലാഹുവിനെ റസൂൽ അനുസരിക്കണം. ആ തിരമാലയുടെ മുമ്പിൽ പോയിട്ട് നീ ദിക്ർ പറഞ്ഞൂടെ? യാ അലീമു, പറമച്ചന്മാരെ യാ അലീമു യാ അലീമു യാ ഹലീം 10 പ്രാവശ്യം ചൊല്ലിയ അപ്പൊ ശ്രീലങ്കയിൽ പോവാം, സിലോണിൽ പോവാം. ചിരിച്ചിട്ട് കാര്യമില്ല. ഇബ്നു തൈമിയ്യ പോലും അൽ മുഅ്ജിസാത്തുൽ കറാമയിൽ സംഭവം പറയുന്നുണ്ട്. ഇബ്നു തൈമിയ്യ പോലും എന്തുകൊണ്ട് ഇപ്പൊ നിങ്ങളെ ചിന്ത എന്താണെന്നറിയാവോ? പടച്ചോനെ നാളെ ഇപ്പൊ വിസ ഒന്നും വേണ്ടല്ലോ, ഉള്ള പൈസ മൊത്തത്തിൽ വെച്ചിട്ട് അവിടെ പോയിട്ട് യാ അലീമു യാ ഹലീം പറഞ്ഞാൽ ആരും അറിയാതെ സൗദി പോയി സാധനം മേടിച്ച് കസ്റ്റംസിനെ പോയി കാണാതെ ഇവിടെ കൊണ്ട് വിൽക്കാം. ചിന്ത വിൽക്കാതെ അങ്ങനെ ആയിരിക്കും. മോനെ കഴിയും. എപ്പോ 10 ദിക്ർ ചെറിയപ്പോ കപ്പൽ പോകുന്നതിന് അപ്പുറം പോയിട്ട് വന്നു. ഇത് കെട്ടുകല, ഇത് അഹമ്മദ് പച്ചക്കിത്താവ് നോക്കിയിട്ട് പറയണല്ല. അൽ മുഅ്ജിസാത്തുൽ കറാമയിൽ ഇബ്നു തൈമിയ്യ പോലും പറയുന്നുണ്ട് കഴിയും. ചങ്ങനാവും. അല്ലാഹു അങ്ങനെ ആക്കട്ടെ. രണ്ടാമത്തെ രാവിലെ ജയിൽവാസിയുടെ രണ്ടാമത്തെ അടയാളം അൽകനാ, തടവ് പുള്ളി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ്. നീ ദുനിയാവിലെ തടവ് പുള്ളിയാണ്. അള്ളാഹു നിനക്ക് എന്താണോ തന്നത് ആ തന്നത് കൊണ്ട് നീ തൃപ്തിപ്പെടുന്നവരാണ്. സഹോദരിമാരെ, അള്ള തന്നത് ചറ്റപ്പുരയാണോ? അതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം. പലിശ മേടിച്ചിട്ട് വലുതാകാൻ തോന്നരുത്. ചീത്ത കളിച്ചിട്ട് വലുതാകാൻ നോക്കരുത്. ജയിൽ പുള്ളിയുടെ രണ്ടാമത്തെ ഗുണം, അവൻ ജയിലിൽ കൊടുക്കുന്ന ഭക്ഷണം എന്താണ് അത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ്. ജയിൽ പുള്ളിയുടെ രണ്ടാമത്തെ ഗുണം അൽക്കനാ. ഹബീബായ നബി പറഞ്ഞു, സമയമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് പറയുകയാ, നീ അല്ലാഹു നൽകിയ കുറച്ചുകൊണ്ട് നീ തൃപ്തിപ്പെട്ടാൽ നീ കുറച്ചമൽ ചെയ്താൽ അത് അല്ലാഹുവിന്റെ തൃപ്തിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പഠിക്ക്, പാഠം പഠിക്ക്. അള്ളാഹ് നിനക്ക് ഇത്തിരിയെ തന്നുള്ളൂ, നീ അതുകൊണ്ട് തൃപ്തിപ്പെട്ടു. എന്നാൽ അള്ളാഹ്ക്ക് വേണ്ടി ഇത്തിരിയെ ചെയ്തുള്ളൂ, അള്ളാഹ് തൃപ്തിയാ. എനിക്ക് അള്ളാഹ് തന്നില്ലല്ലോ, ഇനി തന്നെ അത്യാഗ്രഹമൊന്നുമില്ല. അള്ളാഹ് തന്നത് ആ കടലോരത്തിൽ കൊച്ചു വീട്, അല്ലെങ്കിൽ ഒരു മുറുക്കാൻ കച്ചവടം. പടച്ചോനെ നീ എനിക്കിത് തന്നതാണ്, ഞാൻ തൃപ്തിപ്പെട്ടു. അപ്പൊ നീ ചെയ്യുന്ന ചെറിയ അമല് കൊണ്ട് അള്ളാഹു എത്ര കാരുണ്യവാനാ നീ ചെയ്യുന്നു. അപ്പൊ കൂടുതലുള്ളവൻ കൂടുതൽ ചെയ്യേണ്ടി വരും, കൂടുതലുള്ളവൻ കൂടുതൽ ചെയ്യേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കൂടുതലുള്ളവൻ കൂടുതൽ ചെയ്യേണ്ടി വരും. ഇപ്പൊ ഇവിടത്തെ ഒരു തൈക്കാവിലെ ഇമാമ് 6000 രൂപ ശമ്പളം, അദ്ദേഹം തോന്നുന്നു വിചാരിച്ച 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ മതിയാവും. പക്ഷെ ജുമയ്ക്ക് വേണ്ടി മാത്രം വന്നിട്ട് ഇത്രയും ശമ്പളം മേടിക്കാൻ ഞാൻ 4 റക്അത്ത് നിസ്കരിക്കേണ്ടി വരും. കാരണം എന്താ? ഉള്ളവനനുസരിച്ച് കൂടുതൽ ചെയ്യണം. കുറച്ച് ജയിൽവാസിയുടെ രണ്ടാമത്തെ പഠിച്ചോ, രണ്ടാമത്തെ അടയാളം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും. അള്ളാഹു തന്നത് എന്താണ് അതുകൊണ്ട് തൃപ്തി. അള്ളാഹു നൽകട്ടെ, അള്ളാഹു നൽകട്ടെ, അള്ളാഹു നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഉള്ളവർക്കാണ് പിന്നെയും കാണുന്നൊരാഗ്രഹം. അള്ളാഹു മാറ്റി തരട്ടെ, അള്ളാഹു മാറ്റി തരട്ടെ. എന്നാൽ ഉള്ളവരെല്ലാവരും അങ്ങനെയല്ല. ഇന്ന് കേരളത്തിലെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രമുഖനായ പണക്കാരനാണ് എം.എ. യൂസുഫ് അലി. അള്ളാഹു പൈസ നൽകട്ടെ. അദ്ദേഹവുമായി അടുത്ത ആളുകൾ ചില ഗുണങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തിന് പണം കണ്ടിട്ടല്ല, അടുത്ത ആളുകൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ അദ്ദേഹത്തിന് കുറച്ച് ഗുണമുണ്ട്. എവിടെയാണോ ബാങ്ക് വിളിക്കുക അവിടെ നിസ്കരിച്ചു. ബാങ്ക് വിളിച്ചാൽ പിന്നെ യാത്ര ചെയ്യും. അദ്ദേഹത്തിന് അടുക്കൽ ഒരു ഫംഗ്ഷന് പോയാൽ ഞാൻ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗുണമാണ്. അദ്ദേഹം പറയും, അസറിന് ശേഷം വരാം, മഗ്രിബിന് ശേഷം വരാം, അല്ലെങ്കിൽ സുബൈക്ക് ശേഷം ആയിരിക്കും.
നമ്മൾ പറയും ഒരു മോലാലിയുടെ അടുക്കൽ പോയിട്ട് ഒരു ഉദ്ഘാടനം വരുമോ ആഫ്റ്റർ 4 o'clock ബിഫോർ അല്ലെങ്കിൽ 4 നിങ്ങൾക്ക് തെറ്റായിരിക്കും ശരി. അപ്പോ സുബൈക്ക് ശേഷം അസറിന് ശേഷം അതൊരു ജീവിതത്തിന്റെ ചിന്തയാണ്. ഞാൻ പറയും അസറിന് ശേഷം പലപ്പോഴും ഞാൻ പല പറയും 9:30 ശേഷം മഗ്‌രിബിന് ശേഷം അസറിന് ശേഷം അതൊരു ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഫലത്തിൻ്റെത്. അങ്ങനെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കുന്ന ചില മൂല്യങ്ങൾ അത് എവിടെ എത്തിയാലും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കും. അതുകൊണ്ടാണ് പോപ്പ് ഗായകൻ മുസ്ലിമായി പ്ലെയിനിൽ കയറിയപ്പോൾ പറഞ്ഞു താടി പഠിക്കണം. അദ്ദേഹം പറഞ്ഞു ഇല്ല, ഞാൻ താടി പഠിക്കില്ല. നിങ്ങളോടൊത്ത് ചെയ്യാൻ ഞാൻ എൻ്റെ സുന്നത്തിനെ പഠിക്കില്ല എന്ന് പറഞ്ഞു യൂസുഫ് അലൈഹി ഇസ്ലാം. അതൊക്കെ കാത്തു സൂക്ഷിക്കുന്ന മൂല്യങ്ങൾ. അള്ളാഹുവിനാക്കി തരട്ടെ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. 3 ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 3ാമത്തെ ഗുണം തവക്കുലാക്കുക. തവക്കുലാണ്. രാവിലെയും വൈകുന്നേരവും ചെയ്ത് പ്രഭാതമായാൽ ആ സമയത്തിന്റെ ഭക്ഷണം എനിക്ക് കൃത്യമായിട്ട് വരുമെന്ന് അറിയാം. അങ്ങനെ തവക്കുലാകുന്ന ആൾ കാണരുത്. അതുകൊണ്ട് എല്ലാ പടച്ചറപ്പിലും തവക്കുലാക്കുക. സ്വന്തം 2 മക്കളെ നഷ്ടപ്പെട്ടു പോയപ്പോ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം കൺമണികളായ മക്കളെ നഷ്ടപ്പെട്ടു പോയപ്പോ യാക്കൂബ് നബി പറഞ്ഞത് എന്തെന്നറിയോ? ഇന്നമാ അശ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്. ഇന്നമാ അശ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്. എന്റെ എല്ലാ ദുഃഖങ്ങളും എന്റെ പടച്ചറപ്പിന്റെ മുമ്പിൽ ഞാൻ ഏൽപ്പിക്കുകയാണ്. എന്റെ മക്കളെ നഷ്ടപ്പെടുത്തിയത് അവനല്ലല്ലോ, അതുകൊണ്ട് എനിക്കതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് എല്ലാ ദുഃഖങ്ങളും വരുമ്പോ, സഹോദരങ്ങളെ സർവ്വ ദുഃഖങ്ങളും വരുമ്പോ, ഈ ദുനിയാവിലെ പ്രയാസം വരുമ്പോ, ഇന്ന് സെൻട്രൽ ജുമാ നിസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോ 3 ചെറുപ്പക്കാർ ഒരേ സമയത്തിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ഉസ്താദേ ദുആ ചെയ്യണം. 1 മാസമായി RCCയിലാണ്. ഞാൻ ചോദിച്ചപ്പോ ഒരാൾ പറഞ്ഞത് 15 വയസ്സുള്ള മോള്, മറ്റേ ആളുടെ 3 വയസ്സുള്ള മോള്, മറ്റൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു 3 വയസ്സുള്ള പൊന്നുമോൾ 1 മാസമായി ക്യാൻസർ പിടിച്ചിട്ട് RCCയിലാണ്. ദുആ ചെയ്യണേ ഉസ്താദേ. 3 ചെറുപ്പക്കാർ ഒരേ സമയത്ത് 15 വയസ്സുള്ള പൊന്നുമോൾക്ക് ക്യാൻസർ ആണ്. 3 വയസ്സുള്ള പൊന്നുമോന് ക്യാൻസർ ആണ്. ഈ ദുനിയാവ് പരീക്ഷണങ്ങളുടേതാണ്. ഈ ദുനിയാവ് കഷ്ടപ്പാടുകളുടേതാണ്. ആ സമയത്തെല്ലാം പടച്ചറപ്പിന് തവക്കുലാക്കി അല്ലാഹുവിനോട് പറയണം, അല്ലാഹുവേ ഇന്നമാ അശ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്. എന്റെ സർവ്വദുഃഖവും എന്റെ സർവ്വപ്രയാസവും എന്റെ ആകുലതകളും എന്റെ പട്ടിണിയും എന്റെ കടബാധ്യതകളും ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. അല്ലാഹ് നീ എന്നെ കാണുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. നീ എന്നെ കാണുന്നുണ്ട് റബ്ബേ എന്ന ഭയത്തോട് ഈ ദുനിയാവിൽ എന്ത് പ്രയാസമുണ്ടായാലും അത് മുഴുവനും തടവ് പുള്ളിയെ പോലെ തവക്കുലോടെ പടച്ചറപ്പിന്റെ മുമ്പിൽ എത്തിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്ത് വന്നാലും ഏത് പ്രയാസം വന്നാലും എന്ത് ചെയ്യണം? ആളുകൾ എതിരായേക്കാം, തവക്കുലാക്കുക. ആളുകൾ എതിരായേക്കാം. എന്തിന്റെ പേരിൽ? സത്യം പറഞ്ഞതിന്റെ പേരിൽ. ആരോട് പറയണം? സത്യം പറഞ്ഞതിന്റെ പേരിൽ ആളുകൾ എതിരായി. കേൾക്കാൻ വരുന്നവരുടെ മുമ്പ്, നിന്നെ കാണാൻ വരുന്നവരുടെ മുമ്പ്, നിന്നെ സ്നേഹിക്കുന്നവരുടെ മുമ്പ് അവരവരുടെ തൃപ്തിക്ക് വേണ്ടി നീ എന്തെങ്കിലും ചെയ്താൽ എന്റെ മുമ്പിൽ വന്നാൽ നീ ഒന്നും തേടണ്ട. നീ ജനങ്ങൾക്ക് വേണ്ടി വാഴ പറഞ്ഞവനാണ്, അവരെ സുഖിപ്പിക്കാൻ പറഞ്ഞവനാണ്. അതുകൊണ്ട് നിനക്ക് എന്റെ മുമ്പിൽ ഒന്നുമില്ല. അതുകൊണ്ട് എന്ത് പ്രയാസം വന്നാലും മരത്തിൽ കിടത്തിയിട്ട് മരുഭൂമിയിൽ മരത്തിൽ കിടത്തിയിട്ട് ആ 2 കാലിൽ ചങ്ങല കെട്ടിട്ട് കൊണ്ട് ബന്ധിച്ചിട്ട് നെഞ്ചിലേക്ക് കരിങ്കല്ലെടുത്ത് വെച്ചിട്ട് കഴുത്തിലേക്ക് കത്തി വെച്ചപ്പോ പറഞ്ഞില്ലേ, നിങ്ങൾ എന്റെ മുമ്പിലേക്ക് എന്ത് വെച്ചാലും അഴുക്കമേ പത്തരേ സീരേ പതല്ല തകരേ तेरी याद रही है ज़बान मेरी जिक्र चलती है हल्क पर पत्थर रहे എന്റെ നെഞ്ചിലെ എന്റെ കഴുത്തിലേക്ക് നിങ്ങൾ ചങ്ങല കെട്ടിട്ട് ബന്ധിച്ചു കൊള്ളുക.
എന്റെ നെഞ്ചിലേക്ക് നിങ്ങൾ കരിങ്കല്ലെടുത്ത് വെച്ചുകൊള്ളുക. എന്റെ കരുത്തിൽ നിങ്ങൾ കത്തിവെച്ചിട്ട് പണച്ചറപ്പിൽ നിന്ന് മാറാൻ എന്നോട് പറഞ്ഞാൽ എന്റെ ഹൃദയത്തിൽ നിന്ന് പണച്ചറപ്പിന്റെ ചിന്ത എടുത്ത് മാറ്റാൻ, എന്റെ കരുത്ത് മുറിക്കാനേ നിങ്ങൾക്ക് കഴിയുള്ളൂ, എന്റെ കാല് വെട്ടാനേ നിങ്ങൾക്ക് കഴിയുള്ളൂ, ചങ്ങലയിട്ടിട്ട് ഒരിക്കാനേ നിങ്ങൾക്ക് കഴിയുള്ളൂ. എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് റബ്ബിനെ മാറ്റിക്കളയാൻ, എന്റെ നാവിൽ നിന്ന് അല്ലാഹുവിനെ വിക്രമമാക്കാൻ നിങ്ങൾക്ക് ഇടയില്ലെന്ന് മലനിരന്ന് തുമയത്തുവിനെ ഹലഫിനോട് പറഞ്ഞില്ലേ? കരുത്തവനായ ബിലാൽ പറഞ്ഞു ഉമയ്യത്തിനോട്, എന്റെ നെഞ്ചിൽ കല്ല് വെക്കാനല്ലേ നിനക്ക് പറ്റൂ, എന്റെ കഴുത്ത് വെട്ടാനല്ലേ നിനക്ക് പറ്റൂ, ചാട്ടവാറ ചടിക്കാനല്ലേ പറ്റൂ, എന്റെ ഹൃദയത്തിലിരിക്കുന്ന എന്റെ നെഞ്ചിന്റെ മുകളിലെ കല്ലിരിക്കുകയുള്ളൂ, എന്റെ ഹൃദയത്തിൽ നെഞ്ചിന്റെ ഉള്ളിൽ ഹൃദയമുണ്ട്, അതിൽ നിന്ന് എന്റെ റബ്ബിനെ കളയാൻ ഉമയ്യത്തെ നിനക്ക് കഴിയില്ല. ഏത് പച്ച പരിഷ്കാരി വന്നാലും എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പടച്ചറപ്പിന്റെ കളയരുത്. മുത്തവക്കലൻ മുത്തജദ്ദിദൻ ഫീ റിസ്ഖിക ബിക തംബി വഅദ റബ്ബി അക്രമ മുഫ്ദിലാ. പടച്ചറപ്പിനെ തവക്കുലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സംഘാടകരായ ചെറുപ്പക്കാരോട് എല്ലാം അല്ലാഹുവിൽ തവക്കുലാക്കണം. നാലാമത്തെ ഗുണം നിർത്തുക. ഇത് മനസ്സിലുണ്ടാവണം. തടവുകളിൽ ഹദീസിന് അർത്ഥം പറയുക. നാലാമത്തെ ഗുണം ഒരു പ്രതീക്ഷ ഉണ്ടോ? ജയിലിൽ കിടക്കുന്ന തടവുകളിലേക്ക് ഒരു പ്രതീക്ഷയുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ ഈ അടിയുടെ കൂടി തുറക്കും, ഞാൻ മോചിതനാവും, ഞാൻ മോചിതനാവും. എന്നെങ്കിലും തടവുകളിയുടെ ഗുണം, നാലാമത്തെ ഗുണം പ്രതീക്ഷയാണ്. റജാ എന്താണ്? എന്നെങ്കിലും എന്റെ ശിക്ഷയുടെ കാലാവധി അവസാനിക്കും, ജയിലിന്റെ കവാടം തുറക്കും, ഞാൻ എന്നെങ്കിലും വെളിയിലാവും. നമുക്കും ഒരു റജാവുണ്ട്. എന്താ? നമ്മുടെ ജയിലിന്റെ കവാടവും, നമ്മുടെ ഈ ദുനിയാവെന്ന ജയിലിന്റെ കവാടവും തുറക്കും. തുറന്നു കഴിഞ്ഞാൽ നെഞ്ചിൻ കൂടിന്റെ ഉള്ളിൽ നിന്ന് ആത്മാവ് പുറത്തു വരും. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. കൂടിന്റെ ഉള്ളിൽ നിന്ന് എന്റെ ആത്മാവ് വെളിയിലേക്ക് വരും. എന്റെ ശരീരം കൊണ്ടുപോയി 6 മണ്ണിൽ കൊണ്ടുപോയി വെക്കും. പിരികല്ല് മുകളിൽ വെച്ചു തൊട്ട് ഓടിയിട്ട് മണ്ണ് വീട്ട് സ്ഥലവും വീട്ട് എല്ലാവരും പിടിമണ്ണ് മാറിയിട്ടിട്ട് എല്ലാവരും എന്റെ നാട്ടിൽ നിന്ന് പോകും. ഞാനാണെങ്കിലോ ഇലാ റഹ്മത്തില്ല പടച്ചറപ്പിന്റെ മുമ്പിൽ എന്നെ ഹാജരാക്കപ്പെടും. അല്ലാഹു പറയുന്നു, എന്റെ അടിമകളെ, നിഴലിനെ പ്രണയിക്കാത്തവര് എന്റെ അടുക്കലോട്ട് കടന്നുകൊള്ളുക. ഇനിയാണ് നിങ്ങൾക്ക് പേടിയാൽ നീങ്ങിപ്പോകാത്ത നിഴലുള്ളത്. അല്ലാഹു നമ്മൾ അവിടെ എത്തിക്കട്ടെ. നമ്മൾ ഇവിടെ നിന്ന് പോകും, 6 മണിയിൽ കിടക്കും. അവിടെ നിന്ന് എഴുന്നേറ്റ് ആരും നിന്നെ രക്ഷിക്കുകയില്ല. രക്ഷിക്കുമെന്ന് കരുതിയിട്ട് നിലവിളക്ക് കത്തിച്ച് ആ നിലവിളക്കിൽ തന്നെ രക്ഷിക്കാൻ സഹസ്രനാമം ചൊല്ലി അവസാനം 1000 നാമം ചൊല്ലിയിട്ട് 1000 നാമം ചൊല്ലുന്നതിന്റെ അന്ന് ആ നിലവിളക്കിൽ പിടിച്ച വെളിച്ചെണ്ണയിൽ നിന്ന് തീ പിടിച്ചിട്ടാണ് സിനിമാ നടി സുകുമാരി മരിച്ചുപോയത്. സഹോദരങ്ങളെ, കേൾക്കേണ്ടത് ആ സമയത്ത് നിലവിളക്കിന്റെ വെളിച്ചമല്ല, കാതിൽ വന്ന് പറയണം, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന. നന്നായിട്ട് ജീവിച്ച മനുഷ്യ, ആഖിറത്തെ പ്രേമിച്ചവനെ, വാ എന്റെ മുമ്പിലേക്ക് വാ. ഇനി നിനക്ക് നീങ്ങിപ്പോകാത്ത നിഴലുണ്ട്. നീങ്ങിപ്പോകാത്ത നിഴൽ അതെവിടെയാണ്? നിർത്തൻ. നീങ്ങിപ്പോകുന്ന നിഴൽ. ഹബീബായ നബി പറഞ്ഞു, ഞാനും ദുനിയാവും നല്ല വെയിലുള്ള സമയത്ത് വന്ന് മരത്തിന്റെ തണലിൽ നിന്ന് ഇതസ്തഫാഇല്ലു, ആ മരത്തിന്റെ തണൽ മാറിപ്പോയാൽ എഴുന്നേറ്റ് പോകുന്ന യാത്രക്കാരനെ പോലെയാ. എന്റെ പൊന്നുമോനെ, ആഖിറത്തിൽ ഒരു വൃക്ഷമുണ്ട്, അതിന് തണലുണ്ട്, ആ തണൽ നീങ്ങില്ല.
നാളെ സ്വർഗത്തിലൊരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിന്റെ പേര് തൂബ എന്നാണ്. അതിന്റെ ഇല വെള്ളി കൊണ്ടുണ്ടാക്കിയതാണ്. അതിന്റെ കായ്കനികൾ സ്വന്തമാണ്. അതിന്റെ വടി ദൂരം ഒരറ്റത്ത് നിന്ന് 500 വർഷം കുതിരപ്പുറത്ത് സഞ്ചരിച്ചാൽ അതിന്റെ മറ്റേ അറ്റത്തിൽ നിന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആഖിറത്തിലൊരു മരമുണ്ട്. അതിന്റെ പേര് തൂബ എന്നാണ്. അതിന്റെ ഇല വെള്ളിയാണ്. അതിന്റെ കായ്കനികൾ സ്വർണ്ണമാണ്. അതിന്റെ തണലിലേക്ക് സഞ്ചരിക്കാൻ ഒരറ്റത്ത് നിന്ന് 500 വർഷം കുതിരപ്പുറത്ത് സഞ്ചരിച്ചാലും മറ്റേ അറ്റത്തെത്തുകയില്ല. അള്ളാഹുവിന്റെ ചുവട്ടിൽ നമ്മളെ ഇരുത്തട്ടെ. അള്ളാഹുവിന്റെ ചുവട്ടിൽ നമ്മളെ ഇരുത്തട്ടെ. അള്ളാഹുവിന്റെ ചുവട്ടിൽ നമ്മളെ ഇരുത്തട്ടെ. ഒരു നല്ല പ്രണയിക്കാൻ പറ്റിയൊരു പെണ്ണിനെ കൂടെ പറഞ്ഞുതരാം കേട്ടോ. എന്റെ പൊന്നു സഹോദരങ്ങളെ, അതിന്റെ ആഖിറത്തിലെ സർവ്വവൃക്ഷങ്ങളും പൊക്കം കുറഞ്ഞില്ല. സ്വർഗത്തിലെ വൃക്ഷത്തിന് പൊക്കമില്ല. കാരണം എന്താ? നടന്നു പോകുന്ന വഴിക്ക് പഴം പഠിക്കാൻ പാകത്തിലാണ് സ്വർഗത്തിലെ വൃക്ഷങ്ങൾ എന്ന് നബി മുഹമ്മദ് ഇരുന്നുകൊണ്ട് സ്വർണ്ണക്കട്ടിൽ ഇരുന്നുകൊണ്ട് പഴം പറിക്കാം. അതുകൊണ്ട് പൊക്കമില്ല. അതുകൊണ്ട് തണലും കൂടുതലായിരിക്കും. അള്ളാഹു നീങ്ങാത്ത ആ നിഴലിൽ അള്ളാഹു നമ്മളെ ഇരുത്തി തരട്ടെ. അള്ളാഹു നമ്മളെ ഇരുത്തി തരട്ടെ. കിളക്കണ്ട പൂട്ടണ്ടാവയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. ആ വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് കൈയൊന്ന് കൊണ്ടിച്ചാൽ സ്വർഗത്തിലെ പഴം വരും. ഒരു പഴം കഴിച്ചു, അടുത്ത പഴം അവിടെ മുളയ്ക്കും. ആദ്യം കഴിച്ച പഴത്തിന്റെ രുചിയല്ല മറ്റേ പഴത്തിന്. ഇപ്പൊ ഇവിടെ ഒരു മാവുണ്ടായി, ഒരു മാമ്പഴം പറിച്ചു നിന്നു, അവിടെ അടുത്ത മുളയ്ക്കും. ആ മാമ്പഴത്തിന് ഈ മാമ്പഴത്തിന് രുചി വ്യത്യാസമുണ്ടോ? ഇല്ല. സ്വർഗവാസി ഒരു പഴം കഴിച്ചാൽ അപ്പൊ തന്നെ അടുത്ത ഒരു പഴം അവിടെ മുളയ്ക്കുന്നതാണ്. പക്ഷെ മുളയ്ക്കുന്ന പഴത്തിന് തിന്ന പഴത്തിന്റെ രുചിയല്ല. ഓരോ മാമ്പഴത്തിനും ഓരോ രുചിയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അങ്ങനെ ആ വൃക്ഷത്തിന്റെ ചുവട്ടില് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴാണ് സഹോദരങ്ങളെ ഒരു സുന്ദരി പെണ്ണ് നടന്നു വരിക. ആ പെണ്ണിന്റെ പേര് ഇസ്മുഹാലായിബ. ആ പെണ്ണിന്റെ പേര് ലായിബ എന്നാണ് നബി മുഹമ്മദ് മുസ്തഫ. നമ്മളിങ്ങനെ സ്വർഗത്തിന്റെ വൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോഴാണ് സ്വർഗത്തിൽ ഒരു സുന്ദരി പെണ്ണ്, അടിപൊളി ഒരു പെണ്ണ് വന്നു മുമ്പിൽ കൂടെ. സ്വർഗവാസികൾ ഇങ്ങനെ ഇരിക്കുക, അവരുടെ കൂടെ അവരുടെ ഹൂറിമാരുണ്ട്. അപ്പൊ ഒരു പെണ്ണ് വരും. ഇസ്മുഹ, പെണ്ണിന്റെ പേര് അതേതായാലും പെണ്ണിന്റെ പേര് ലായിബ. രണ്ട് പെണ്ണിന്റെ പേരാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഇസ്മുഹ, ഐന എന്ന് പറയുന്ന ഒരു ഹൂറി പെണ്ണിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ലായിബ. ആ പെണ്ണൊന്ന് ചിരിച്ചാൽ ആ പെണ്ണിന്റെ മുൻപല്ലിന്റെ പ്രകാശം 400 മൈൽ അപ്പുറം കാണുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 400 മൈൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് സുമാർ 600 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഭീമാപ്പള്ളിയിൽ നിന്ന് കണ്ണൂർ വരെ 600 കിലോമീറ്റർ. അപ്പൊ ആ പെണ്ണ് കണ്ണൂരിൽ നിന്നിട്ട് ചിരിച്ചാൽ ഭീമാപ്പള്ളി നിന്നാ കാണാം. എന്തായിരിക്കും പെണ്ണ്? അള്ളാഹു കാണാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു കാണാൻ തൗഫീഖ് നൽകട്ടെ. ആ പെണ്ണ് സ്വർഗവാസികളുടെ മുമ്പിലൂടെ നടന്നിട്ട് തോറും എന്റെ പുതിയ പ്രേമയുടെ